ഹലോ എവരിവൺ, എല്ലാവർക്കും Forex മറ്റൊരു പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർജിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പ്യുവർ ബിഗിനേഴ്സിന് വേണ്ടിയാണ്. ആക്ച്വലി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിരിക്കും. പക്ഷേ ഈ ഒരു ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ പ്യുവർ ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ മാർജിനും ലിവറേജിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു കുറച്ച് കാലം വേണ്ടി ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ മാർജിനും ലിവറേജും എന്താണെന്ന് അറിയുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ പ്യുവർ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ മാർജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം. അൺറിയലൈസ്ഡ് അഥവാ ഫ്ലോട്ടിംഗ് PNL. ഓക്കെ, PNL എന്ന് ഉദ്ദേശിച്ചത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ്. ഓക്കെ, അപ്പോൾ അൺറിയലൈസ്ഡ് ഓർ ഫ്ലോട്ടിംഗ് PNL എന്ന് പറയുന്നത് നമ്മളൊരു ട്രേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ആ ട്രേഡ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ വരെ, ഓക്കെ, നമ്മളൊരു ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞു, ആ ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റോ ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടാകും. ആ ഒരു ലാഭവും നഷ്ടമോ നമ്മൾ ആ ട്രേഡ് എക്സിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ലാഭവും നഷ്ടവും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്തു, നമുക്കൊരു 50 രൂപ ലാഭം ഉണ്ടെങ്കിൽ നമ്മൾ ആ ട്രേഡ് ക്ലോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ 50 രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് 50 രൂപ നഷ്ടമാണെങ്കിൽ നമ്മൾ ആ ട്രേഡ് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 50 രൂപ ഡെബിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ആ ട്രേഡ് ക്ലോസ് ചെയ്യുന്ന മുന്നേ വരെ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, നമ്മുടെ പ്രോഫിറ്റോ ലാഭമോ നഷ്ടമോ നമുക്ക് കാണിക്കും. നമ്മുടെ അക്കൗണ്ടിൽ നമ്മളൊരു ട്രേഡ് എൻ്റർ ചെയ്യുന്ന അതിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ പ്രോഫിറ്റോ ലോസോ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, എക്സിറ്റ് ചെയ്യാത്ത ഒരു പൊസിഷൻ. അപ്പോൾ ആ ഒരു ലാഭത്തിനെയും നഷ്ടത്തിനെയും പറയുന്ന പേരാണ് അൺറിയലൈസ്ഡ് അഥവാ ഫ്ലോട്ടിംഗ് PNL എന്ന്. ഓക്കെ, ഈ ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എന്താ പറയുക, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ ഉള്ള ഒരു സാധനത്തിനെയാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് എന്ന് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡ് എൻ്റർ ചെയ്തു, നമുക്കൊരു ലാഭവും നഷ്ടവും. ഓക്കെ, അപ്പോൾ ആ ലാഭവും നഷ്ടവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ റിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ട്രേഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ലാഭവും നഷ്ടവും നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും ഇല്ലെങ്കിൽ ഡെബിറ്റ് ആവും. അപ്പോൾ അതിനാണ് റിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുക. അപ്പോൾ അൺറിയലൈസ്ഡ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഫ്ലക്ച്വേഷൻ, ട്രേഡ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ വരെ ഉണ്ടാകുന്ന ആ ഒരു ഫ്ലക്ച്വേഷന് ആണ് നമ്മൾ അൺറിയലൈസ്ഡ് അഥവാ ഫ്ലോട്ടിംഗ് PNL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മാർജിനും ലിവറേജും ഉണ്ട്. ഓക്കെ, ഏകദേശം രണ്ടും ഒരേ മീനിങ് ആണെന്ന് പറയുന്നില്ല, പക്ഷെ രണ്ടും ഏകദേശം കോറിലേറ്റഡ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്കൊരു മാർജിൻ അഥവാ ലിവറേജ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ലോണാണ്. ഓക്കെ, ഒരു ലോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ ബ്രോക്കർ നമുക്കൊരു ലോൺ പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ ഒരു ചെറിയ എമൗണ്ടേ ഉള്ളൂ, പക്ഷെ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് പൈസ വേണം. അപ്പോൾ ആ ഒരു പൈസ നമ്മുടെ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു പൊസിഷനിലൊന്നും എൻ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബ്രോക്കർ പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് നിങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് കടം നമുക്ക് അതിന് ചാർജസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കുറച്ച് ലിവറേജ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം തരാം, നിങ്ങൾ അത് വെച്ച് ട്രേഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് തരികയാണ്. അത് ആബ്സല്യൂട്ട്ലി ഫ്രീ തന്നെയാണ്. അത് ഞാൻ എന്തുകൊണ്ടാണ് ഈ ബ്രോക്കർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, ഈ ലിവറേജ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളിപ്പോൾ കൺസിഡർ ചെയ്യാം, നിങ്ങളുടെ അക്കൗണ്ടിൽ 100 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ഇതിനെ ലിവറേജ് എന്ന് പറയും. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ടിൽ 100 രൂപ ഉണ്ടെന്ന് കണക്കാക്കുക. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ മിനിമം 1000 രൂപയാണ് ആവശ്യം. പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിൽ ആകെ 100 രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ 1:100 എന്നുള്ള ലിവറേജ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ 1:2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ വരെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1 രൂപ 1:100, 1 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ വരെ ട്രേഡ് ചെയ്യാം. 1 രൂപ നിങ്ങളിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ അവർ 100 രൂപ തരും. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് മതി. നിങ്ങളത് വലുതായിട്ട് ഡീപ്പായിട്ടൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ജസ്റ്റ് ഒന്ന്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു 100 രൂപയുണ്ട്. ഓക്കെ, നമ്മുടെ അക്കൗണ്ടിന്റെ ലിവറേജ് സൈസ് എന്ന് പറയുന്നത് 1:100 ആണ്. ഓക്കെ, അപ്പം നമ്മുടെ അക്കൗണ്ടിൽ 100 രൂപയുണ്ട്, നമുക്ക് 1 രൂപയ്ക്ക് 100 രൂപ വരെ ലിവറേജും കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ 100 രൂപയുണ്ട്, നമുക്ക് 100 രൂപ അല്ലെങ്കിൽ 100 പോയിന്റ്സ് ലിവറേജും കിട്ടുന്നുണ്ട്. അപ്പം 100 × 100 അല്ലെങ്കിൽ 100 × 100 എന്ന് പറയുമ്പോൾ ഏകദേശം 10,000 വരെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയായിരുന്നു ആവശ്യം, നമുക്ക് 1000 രൂപയാണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ 100 രൂപയേ ഉള്ളൂ, പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ ലിവറേജ് ബ്രോക്കർ നമുക്ക് 1:100 വരെ തരാൻ തയ്യാറാണ്. അപ്പം നമുക്ക് മാക്സിമം നമുക്ക് 10,000 രൂപ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പറയുന്നതെല്ലാം എക്സാമ്പിൾസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ 10,000 പേര് ട്രേഡ് ചെയ്യാനുള്ള നമുക്കൊരു ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമുക്ക് ഈ ഒരു ലിവറേജ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ മാർജിൻ എന്ന് പറയുന്നത്, ഈ ലിവറേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയില്ലേ. ഓക്കെ, നമുക്ക് കുറച്ച് ലോണായിട്ട് തരികയാണ്. ഇപ്പോൾ ഒരു 1:100 എന്നുണ്ടെങ്കിൽ നമുക്ക് 100 രൂപ ഉണ്ടെങ്കിൽ 10,000 പേര് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാർജിൻ എന്ന് പറയുന്നത് മിനിമം എമൗണ്ട്. ഓക്കെ,
ഈ മാർജിൻ എന്ന് പറയുന്നത് ഒരു മിനിമം എമൗണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ 1000 രൂപയാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ പക്ഷെ ഓൾറെഡി 100 രൂപയുണ്ട്, 100 രൂപ ലിവറേജും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ട് സൈസ് ആയി ഇപ്പം തന്നെ. അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് ഏകദേശം എത്ര വേണം? ഒരു 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാവുമല്ലോ 100 രൂപ എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങളൊരു 1000 രൂപയുടെ പൊസിഷനിൽ എൻട്രി ചെയ്യണം. ഈ ഒരു ലിവറേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 100 രൂപയിൽ നിന്ന് ആ ഒരു 10 രൂപ കട്ട് ചെയ്തിട്ട്, അതായത് ബാക്കി 90 രൂപ കാണിക്കും. ഓക്കെ, അതായത് നമുക്ക് 10,000 രൂപ വരെ നമുക്ക് ലിവറേജ് ഉണ്ട്. നമ്മുടെ അക്കൗണ്ടിന്റെ നമ്മുടെ മെയിൻ ക്യാപിറ്റൽ 100 രൂപയാണ്. നമുക്ക് ട്രേഡ് ചെയ്യേണ്ട പെയർ ആവശ്യമായത് 1000 രൂപയാണ്. ഓക്കെ, അപ്പൊ 100 × 100 10,000 ആണെന്ന് മനസ്സിലായി. അപ്പൊ ഈ 100 ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് നിങ്ങളുടെ അക്കൗണ്ടിന്റെ സൈസ് ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു 100ന്റെ പകരം നിങ്ങൾക്ക് ഒരു 10 ഉണ്ട്. 10 × 100 എന്ന് പറയുമ്പോൾ എത്രയും 1000 ആയി. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ ബാക്കി ബാലൻസേ കാണിക്കുക 90 എന്ന് കാണിക്കും. ഓക്കെ, വെറും 10 രൂപ മാത്രമേ അതിന് നിങ്ങളുടെ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം നിങ്ങളുടെ അക്കൗണ്ടിന്റെ ലിവറേജ് ഇത്ര ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ 100 രൂപയിൽ നിന്ന്, അതായത് എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പോൾ 1000 രൂപയുടെ ട്രേഡ് ചെയ്യണമെങ്കിൽ മിനിമം 10 രൂപ മതി. അതിനെയാണ് മാർജിൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറഞ്ഞുതരാം. ലിവറേജ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം എത്ര മടങ്ങ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ ലിവറേജ് ഉണ്ടെങ്കിൽ 100 രൂപയല്ല 100 പോയിന്റ്സ് ലിവറേജ് ഉണ്ടെങ്കിൽ 10,000 പേര് നമുക്ക് ട്രേഡ് ചെയ്യാം. മാർജിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയുണ്ടോ അതിന്റെ എത്ര വേണം. ഒരു സാധനം ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് മിനിമം ആയിട്ട് വേണ്ടത്, അതിനാണ് മാർജിൻ റിക്വയർഡ് എന്ന് പറയുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഇപ്പം ഞാൻ നോർമലി എഴുതിയിട്ട് നമ്മുടെ PDF ഡ്രൈവറിൽ ഇട്ടിട്ട് ഞാൻ എഴുതിയിട്ടാണ് കാണിച്ചു കൊടുക്കുക. പക്ഷെ ആ ഒരു സോഫ്റ്റ്വെയർ എൻ്റെ കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ്, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല സ്ക്രീനിൽ. അതുകൊണ്ടാണ് ക്ഷമിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഡൗട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ നമ്മളിപ്പോൾ മാർജിൻ, ഓക്കെ, നമ്മൾ ആ 2 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമ്മൾ അൺറിയലൈസ്ഡ് അഥവാ ഫ്ലോട്ടിംഗ് ബിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെയുള്ളത് മാർജിൻ ലിവറേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് നിങ്ങളിപ്പോൾ പലപ്പോഴും ചിലപ്പോൾ കുറച്ച് മുമ്പുണ്ടായിരുന്ന ബിഗിനേഴ്സിന് ഒരു പറ്റിയ അബദ്ധമായിരിക്കാം. മേ ബി നിങ്ങളൊരു മിനിമം ഡെപ്പോസിറ്റ് $5 ഇട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത പൊസിഷനിൽ നിങ്ങൾ കുറച്ച് കണ്ട് നോക്കുമ്പോൾ കാണാനുണ്ടായില്ല. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ആ ട്രേഡ് ക്ലോസ്ഡ് ആയിട്ട് പോയിട്ടുണ്ടാവും. ആ ക്ലോസ് ആക്കിയത് നിങ്ങളുടെ ബ്രോക്കർ ആയിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളെ കൊണ്ട് കൂടുതൽ ട്രേഡ് എടുക്കാനും നിങ്ങളുടെ ബ്രോക്കർ അനുവദിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മേ ബി പലവരും ഇതിൽ നേരിട്ടിട്ടുണ്ടാകും. പേഴ്സണലി ഞാനും അങ്ങനെ ഒരു കടന്നു വന്നിട്ടുണ്ട്, ആ ഒരു ഫേസിൽ കൂടെ കടന്നു വന്ന ഒരാളാണ്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ മനസ്സിലായെന്ന് അറിയില്ല, പുതിയ ഓർഡേഴ്സ് ഒന്നും പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. ഈ ഒരു അവസ്ഥയിൽ ഞാനും കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഒരു തെറ്റ് വരുത്താതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർജിൻ കോൾ അഥവാ സ്റ്റോപ്പ് ഔട്ട് എന്ന് പറയും. നമ്മുടെ ഫോറക്സ് ട്രേഡിങ്ങിൽ മാർജിൻ കോൾ അഥവാ സ്റ്റോപ്പ് ഔട്ട് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിവറേജ് ഞാൻ പറഞ്ഞു തരാണ്. ഇപ്പം നമ്മൾ മാർജിനും ലിവറേജും എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ നെഗറ്റീവ് എഫക്ട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നിങ്ങളിപ്പോൾ വിചാരിച്ചു 100 രൂപ നമുക്ക് 10,000 പേര് ട്രേഡ് ചെയ്യാം. അപ്പോൾ എല്ലാം അടിപൊളിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു വലിയൊരു എന്താ പറയുക നെഗറ്റീവായിട്ട് ഒരു സാധനം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മേ ബി നിങ്ങളുടെ അക്കൗണ്ട് വൈപ്പായിട്ടായിരിക്കും നിങ്ങളത് റിയലൈസ് ചെയ്യുന്നത്. നിങ്ങൾ അപ്പോഴേക്കും പലവരും ചോദിക്കുന്നു എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മാർജിൻ കോൾ ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ഔട്ട് നിങ്ങളുടെ ബ്രോക്കർ തന്നെ നിങ്ങളുടെ പൊസിഷൻസ് എല്ലാം സ്കോർ ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കുറച്ച് ടെക്നിക്കലി ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. കുറച്ച് ഡ്രോയിങ്സിന്റെ ആവശ്യമുണ്ട്, കുറച്ച് എക്സാമ്പിൾസിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ 2 പാർട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട് ഞാൻ നാളെ അല്ലെങ്കിൽ മാക്സിമം ഈ ഒരു വീക്കിൽ നമ്മുടെ വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് കാണുക. നിങ്ങൾ ഡെഫിനറ്റ്ലി കാണേണ്ട ഒരു വീഡിയോ ആണ്. ഈ ഒരു തെറ്റ് വരുത്താതിരിക്കുക. ഞാൻ പേഴ്സണലി എൻ്റെ ഫസ്റ്റ് ടൈം ഫോറക്സിലോട്ട് വന്നപ്പോൾ ഞാൻ അക്കൗണ്ട് വൈപ്പ് ചെയ്ത ഒരാളാണ് ഞാൻ. ഓക്കെ, എൻ്റെ അക്കൗണ്ട് വൈപ്പായി പോയിട്ടുണ്ട്. വൈപ്പായി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എമൗണ്ട് പോയിട്ടുണ്ട്. പുതിയ ട്രേഡ്സ് ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്നിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബിഗിനേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് വീഡിയോ വാച്ച് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോസ് ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്ദി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വാച്ച് ചെയ്യുക.